ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന രേഖയാണ് ഇന്ത്യൻ ഭരണഘടനയെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും VS അച്യുതാനന്ദനും KT തോമസിനും P നാരായണനും പത്മവിഭൂഷൺ, മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ, AE മുത്തുനായകം, വിമല മേനോൻ, കൊല്ലക്കയിൽ G ദേവകിയമ്മ എന്നിവർക്ക് പത്മശ്രീയും ലഭിച്ചു. രാജ്യത്തെ വ്യവസായ മേഖലയിലുള്ളവരും സ്റ്റാർട്ടപ്പുകളും ഗുണനിലവാരത്തിന് മുൻഗണന നൽകണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. സൈനിക ശക്തിയുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും ദൃശ്യവിരുന്നിന് സാക്ഷിയാകാൻ സജ്ജമായി കർത്തവ്യപഥ്. കേരളത്തിലെ ജനങ്ങൾക്ക് റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ന്യൂസിലാൻഡിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന രേഖയാണ് ഇന്ത്യൻ ഭരണഘടനയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. റിപ്പബ്ലിക് ദിനത്തിന്റെ പൂർവ്വസന്ധ്യയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഭരണഘടനയിൽ വിഭാവനം ചെയ്തിട്ടുള്ള നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആദർശങ്ങളാണ് നമ്മുടെ റിപ്പബ്ലിക്കിനെ നിർവചിക്കുന്നത്. ഭരണഘടനാ വ്യവസ്ഥകളിലൂടെ ദേശീയതയുടെ ചൈതന്യത്തിനും രാജ്യത്തിന്റെ ഐക്യത്തിനും കരുത്തുറ്റ അടിത്തറ ഭരണഘടനാ സൃഷ്ടാക്കൾക്ക് സാധിച്ചുവെന്നും ശ്രീമതി മുർമു പറഞ്ഞു. हमारा संविधान विश्व इतिहास में आज तक के सबसे बड़े गणराज्यों का आधार ग्रंथ है. हमारे संविधान में निहित न्याय, स्वतंत्रता, समता और बंधुत्व के आदर्श हमारे गणतंत्र को परिभाषित करते हैं. संविधान निर्माताओं ने राष्ट्रीयता की भावना तथा देश की एकता को संवैधानिक प्रावधानों का सुदृढ़ आधार प्रदान किया है. രാജ്യത്തിന്റെ പുരോഗതിയെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ പൌരന്മാരെയും അഭിനന്ദിക്കുന്നതായും പ്രവാസി ഇന്ത്യക്കാർ ആഗോളതലത്തിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് തിളക്കം കൂട്ടുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. കേന്ദ്ര സായുധ സേനകൾ, പോലീസ്, കർഷകർ, ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ, അധ്യാപകർ, ശാസ്ത്രജ്ഞർ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ രാജ്യത്തിന് കരുത്ത് പകരുന്നതായും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചു. ജസ്റ്റിസ് KT തോമസും മുതിർന്ന മാധ്യമ പ്രവർത്തകനും ജന്മഭൂമി പത്രത്തിന്റെ സ്ഥാപകനുമായ P നാരായണനും പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹരായി. ചലച്ചിത്ര നടൻ മമ്മൂട്ടി, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്നിവരാണ് പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ. ശാസ്ത്രമേഖലയിൽ നിന്ന് AE മുത്തുനായകം, നൃത്തരംഗത്തെ സംഭാവനകൾക്ക് കലാമണ്ഡലം വിമല മേനോൻ, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് കൊല്ലക്കയിൽ G ദേവകി അമ്മ എന്നിവർക്കാണ് കേരളത്തിൽ നിന്നും പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 131 പേരാണ് ഇക്കുറി പത്മ പുരസ്കാരങ്ങൾക്ക് അർഹരായത്. ആലപ്പുഴയുടെ വനമുത്തശ്ശി എന്നറിയപ്പെടുന്ന കായംകുളം, കണ്ടല്ലൂർ, കൊല്ലക്കയിൽ ദേവകി അമ്മയ്ക്ക് പരിസ്ഥിതി മേഖലയ്ക്കുള്ള സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമെന്ന് ദേവകിയമ്മ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അങ്ങേറ്റത്തെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ വെക്കുന്നത് പിടിച്ചു കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. വനമാകണമെന്നൊന്നും ഉദ്ദേശിച്ച് വെച്ചതല്ല, പക്ഷെ അത് വനമായിട്ട് മാറി. അപ്പം ആലപ്പുഴ ഡിസ്ട്രിക്ട് വനമില്ലാത്തതിന് കൈ നട്ട് നനച്ച് വളർത്തി വനം സൃഷ്ടിച്ചു. അതിന്റെ പേരിലുള്ള പുരസ്കാരങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മുഴുവനും ഇപ്പൊ കിട്ടിയതുമല്ല. രാജ്യത്തെ വ്യവസായ മേഖലയിലുള്ളവരും സ്റ്റാർട്ടപ്പുകളും ഗുണനിലവാരത്തിന് മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 130ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തണമെന്നും മികവ് മാനദണ്ഡമാക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ സമ്മതിദായക ദിനത്തെക്കുറിച്ച് പ്രതിപാദിക്കവെ ഒരു വോട്ടർ ജനാധിപത്യത്തിന്റെ ആത്മാവാണെന്ന് ശ്രീ മോദി വ്യക്തമാക്കി. ഓരോ വ്യക്തിയും ആദ്യമായി സമ്മതിദായകരായി മാറുന്ന വേള ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. 18 വയസ്സ് തികയുമ്പോൾ തന്നെ വോട്ടർമാരായി പേര് ചേർക്കാൻ രാജ്യത്തെ യുവജനങ്ങളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. मतदाता दिवस पर मैं अपने युवा साथियों से फिर आग्रह करूंगा कि वे 18 साल का होने पर वोटर के रूप में खुद को जरूर रजिस्टर करें. संविधान ने हर नागरिक से जिस कर्तव्य भावना के पालन की अपेक्षा रखी है, इससे वो अपेक्षा भी पूरी होगी और भारत का लोकतंत्र भी मजबूत होगा. രാഷ്ട്രം നാളെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ഭരണഘടനാ ശില്പികൾക്ക് ആദരമർപ്പിക്കാനുള്ള അവസരമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
ഭജനയ്ക്ക് പുതുതലമുറയ്ക്കിടയിൽ സ്വീകാര്യത വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഭജൻ ക്ലബിംഗ് ഉൾപ്പെടെയുള്ള പുത്തൻ രീതികളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ലോകത്തിലെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി രാജ്യം മാറിയതായും നിർമ്മിത ബുദ്ധി, ബഹിരാകാശം, ആണവോർജ്ജം തുടങ്ങി എല്ലാ മേഖലകളിലും ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ സാന്നിധ്യം അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിവാദ്യം സ്വീകരിക്കും. റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് എത്തിച്ചേർന്ന യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയൻ എന്നിവർക്ക് ഇന്ന് ന്യൂഡൽഹിയിലെ വിമാനത്താവളത്തിൽ ഗാർഡ് ഓഫ് ഓണറും ആചാരപരമായ വരവേൽപ്പും നൽകി. രാജ്യത്തിന്റെ സൈനിക ശക്തിയുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും സവിശേഷമായ ദൃശ്യവിരുന്നിനാകും കർത്തവ്യപഥ് നാളെ സാക്ഷ്യം വഹിക്കുക. വന്ദേമാതരത്തിന്റെ 150 വർഷം എന്നതാണ് ഇക്കുറി റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രമേയം. 17 സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങൾ പരേഡിൽ അണിനിരക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നാളെ രാവിലെ 9 നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ദേശീയ പതാക ഉയർത്തും. വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം ഗവർണർ സ്വീകരിക്കും. തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. ജില്ലാ ആസ്ഥാനങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ മന്ത്രിമാർ പങ്കെടുക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങി രാഷ്ട്രത്തെ യോജിപ്പിച്ച് നിർത്തുന്ന ശാശ്വത മൂല്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. വൈവിധ്യങ്ങളെ ആഘോഷിക്കുന്ന, തുല്യനീതി ഉറപ്പാക്കുന്ന ഇന്ത്യ എന്ന ആശയത്തിന്റെ ആത്മാവാണ് ഭരണഘടനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസാ സന്ദേശത്തിൽ വ്യക്തമാക്കി. 2026 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പോലീസ്, ഫയർ, ഹോംഗാർഡ്, സിവിൽ ഡിഫൻസ്, കറക്ഷണൽ സർവീസസ് എന്നിവയിലെ 982 പേർക്ക് ധീരതയ്ക്കും സേവനത്തിനുമുള്ള മെഡലുകൾ ലഭിച്ചു. ഇതിൽ 125 പേർക്ക് ധീരതയ്ക്കുള്ള മെഡൽ ലഭിച്ചു. ജീവൻ, സ്വത്ത് എന്നിവ സംരക്ഷിക്കുന്നതിലും കുറ്റകൃത്യങ്ങൾ തടയുന്നതിലും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിലുമാണ് ധീരതയ്ക്കുള്ള മെഡൽ നൽകുന്നത്. കൂടാതെ 101 ഉദ്യോഗസ്ഥർക്ക് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലും 756 പേർക്ക് സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലും ലഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തിന്റെ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള പൌരന്മാരുടെ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് വോട്ടിംഗ് പ്രക്രിയയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ സമ്മതിദായക ദിനപരിപാടിയെ അഭിസംബോധന ചെയ്യവെ പൌരന്മാർക്ക് സ്വന്തം നിലപാടുകൾ വ്യക്തമാക്കുന്നതിനുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പുകളെന്നും ശ്രീമതി മുർമു പറഞ്ഞു. ഇന്നത്തെ വോട്ടർമാർ ഭാവിയുടെ ശില്പികളാണെന്നും ഭരണഘടനാപരമായ കടമകൾ മനസ്സിൽ വെച്ച് 18 വയസ്സ് തികഞ്ഞ എല്ലാ പൌരന്മാരും വോട്ടവകാശം വിനിയോഗിക്കേണ്ടത് പ്രധാനമാണെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. എന്റെ ഇന്ത്യ എന്റെ വോട്ട് എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. സമ്മതിദായകർക്കിടയിൽ അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ആകാശവാണി വാർത്താ വിഭാഗം നടത്തിയ മികച്ച പ്രചാരണ പരിപാടികൾക്ക് ആകാശവാണി ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. തെരഞ്ഞെടുപ്പുകളിൽ സാങ്കേതിക വിദ്യയുടെ കാര്യക്ഷമമായ ഉപയോഗത്തിനുള്ള പുരസ്കാരം കാസർഗോഡ് ജില്ലയ്ക്കും വോട്ടർ ബോധവൽക്കരണത്തിനുള്ള പുരസ്കാരം വയനാട് ജില്ലയ്ക്കും രാഷ്ട്രപതി സമ്മാനിച്ചു. ഇന്ത്യയുടെ വളർച്ചയിൽ മറ്റ് രാജ്യങ്ങൾക്കുള്ള താൽപര്യം മുൻപത്തേക്കാൾ ശക്തമായതായി കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിനിടെ സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉയർന്ന വളർച്ചാ നിരക്കും കുറഞ്ഞ പണപ്പെരുപ്പവും സ്ഥിരതയുള്ള നയങ്ങളുമുള്ള ഇന്ത്യ ഇന്ന് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യ ചാലകശക്തിയായി മാറിയിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയ്ക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിൽ ന്യൂസിലാൻഡിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ന്യൂസിലാൻഡിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ന്യൂസിലാൻഡ് 12 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 86 റൺ എന്ന നിലയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന രേഖയാണ് ഇന്ത്യൻ ഭരണഘടനയെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും VS അച്യുതാനന്ദനും KT തോമസിനും P നാരായണനും പത്മവിഭൂഷൺ, മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നരേശനും പത്മഭൂഷൺ, AE മുത്തുനായകം, വിമല മേനോൻ, കൊല്ലക്കയിൽ G ദേവകിയമ്മ എന്നിവർക്ക് പത്മശ്രീയും ലഭിച്ചു. രാജ്യത്തെ വ്യവസായ മേഖലയിലുള്ളവരും സ്റ്റാർട്ടപ്പുകളും ഗുണനിലവാരത്തിന് മുൻഗണന നൽകണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. സൈനിക ശക്തിയുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും ദൃശ്യവിരുന്നിന് സാക്ഷിയാകാൻ സജ്ജമായി കർത്തവ്യപഥ്. കേരളത്തിലെ ജനങ്ങൾക്ക് റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ന്യൂസിലാൻഡിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.